ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പല്ലും തേച്ച് നേരെ വന്ന് ഡ്രസ്സ് എടുത്ത് അയൺ ചെയ്യാനുള്ള പരിപാടിയാണ്. എൻ്റെ കേസിൽ എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യമാണ് ഈ ഷർട്ടും പാൻറ്റും ഒക്കെ അയൺ ചെയ്ത് ഇട്ടുകൊണ്ട് പോകാന്നുള്ളത്. പിന്നെ വേറെ വഴിയൊന്നുമില്ലല്ലോ. അങ്ങനെ ഷർട്ടും പാൻറ്റും ഒക്കെ അയൺ ചെയ്ത് നേരെ ഓഫീസിൽ പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞാൻ നേരെ കിച്ചണിലേക്കാണ് പോകുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കൊണ്ടുപോകാനുള്ള ഫുഡ് ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് ഫ്രിഡ്ജിൻ്റെ അകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എടുത്ത് ബാഗിലേക്ക് കയറ്റുക എന്നുള്ളതാണ് നമ്മളുടെ സെക്കൻഡ് പ്രയോറിറ്റി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാനിപ്പോൾ ചെയ്തില്ലെങ്കിൽ ഞാൻ ഈ ഫുഡ് എടുക്കാനായിട്ട് മറന്നു പോകും. പിന്നെ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കഴിക്കേണ്ടി വരും. അങ്ങനെ 2-3 പ്രാവശ്യം എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫുഡെന്ന് പറഞ്ഞാൽ ചോറും ചിക്കൻ കറിയാണ്. കാരണം ഇന്നലെ നമ്മൾ ഓൾറെഡി ചിക്കൻ കറി ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അതിൻ്റെ അത്യാവശ്യം ബാലൻസ് ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, എനിക്ക് ഇംഗ്ലീഷ് ഫുഡ്സിനേക്കാളും ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടമുള്ളതും ചോറും കറിയും തന്നെയാണ്. അങ്ങനെ നമ്മുടെ ചോറ് പാക്ക് ചെയ്തതിന് ശേഷം ഇനി ചായ കുടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫീസിൽ പോണേക്കാളും മുമ്പ് ഒരു ചായ നമുക്ക് വളരെ നിർബന്ധമാണ്. മോർണിംഗ് ടീ എ ഗുഡ് വേ ടു സ്റ്റാർട്ട് ദ ഡേ എന്നൊക്കെയാണല്ലോ പറയാറ്. അപ്പോൾ നല്ലൊരു ചായപ്രേമി എന്ന നിലയിൽ ഈ ഒരു തത്വത്തിൽ വിശ്വസിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ ഫ്രിഡ്ജ് കൊടുത്ത് പാല് കൊടുത്ത് നമ്മൾ എളുപ്പപ്പണിക്ക് വേണ്ടി പാല് നേരെ ഒരു കപ്പിലേക്ക് ഒഴിച്ചു അത് നേരെ മൈക്രോവേവ് അവനിലേക്ക് കയറ്റി അതിൻ്റെ ഉള്ളിൽ വെച്ച് 2 മിനിറ്റ് നമ്മളൊരു പ്രീഹീറ്റ് ചെയ്യും. ഇങ്ങനത്തെ ഒരു പ്രോസസ്സ് ഞാൻ രാവിലെ ഓഫീസിൽ പോകുമ്പോൾ മാത്രമാണ് ചെയ്യാറ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സമയത്തിൻ്റെ ഒരു പ്രോബ്ലവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പരിപാടികളൊക്കെ തീർത്ത് ഓഫീസിലേക്ക് പോകാനായിട്ട് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചായ കുടിക്കാനുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ചായ ഉണ്ടാക്കിയെങ്കിലും വളരെ വിഷമത്തോടു കൂടിയാണ് ഞാൻ ആ നഗ്ന സത്യം മനസ്സിലാക്കിയത്. കാരണം ചായപ്പൊടി തീർന്നു. പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് കാപ്പിപ്പൊടി ഇരിക്കുന്നുണ്ടായിരുന്നു, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. അപ്പോൾ പിന്നെ കാപ്പി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ടൈം ആയപ്പോഴത്തേനും നമ്മളുടെ പാല് ഏകദേശം തിളച്ചു. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഈ പാല് ഈ കാപ്പിപ്പൊടിയും ഒന്നിച്ച് ചേരുന്ന ആ അസുലഭ മുഹൂർത്തമാണ്. ആഹാ, എന്ത് രസമാണ് അവർ തമ്മിൽ ഒന്നിക്കുന്നത് കാണാൻ തന്നെ. പിന്നെ ഞാൻ ആ ചായ എടുത്തുകൊണ്ട് ഒരു മൂലയ്ക്ക് പോയിരുന്ന് അതും കുടിച്ച് അവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർത്ത് അയവർത്തും. അപ്പം ഞാൻ ഈ ചായ കുടിച്ച് പകുതി ആകുമ്പോഴേക്കും സ്റ്റിജോ ഡ്രസ്സും മാറി ഇവിടെ വരും. അപ്പോൾ അവനും കൂടെ വേണ്ടിയിട്ടുള്ള ചായ ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ പോലെ സ്റ്റിജോ വന്നു. ഇനിയിപ്പോൾ സ്റ്റിജോയും വേഗത്തിൽ അങ്ങോട്ട് ചായയും കുടിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവുക. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 7:55 കഴിഞ്ഞു. അപ്പോൾ ഒരു 8 മണിയോട് കൂടി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. ഒരു 8:30 മുമ്പായിട്ട് തന്നെ നമ്മൾ ഓഫീസിലെത്തും. പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വെള്ളിയാഴ്ച ദിവസം ലാസ്റ്റത്തെ പീരീഡും പുറത്തൊരു മഴയും കൂടെ ഉണ്ടെങ്കിൽ ആ പുറത്തുള്ള കാഴ്ചകൾ കാണാൻ വളരെ മനോഹരമായിട്ട് നമുക്ക് തോന്നും. അതുപോലെ തന്നെയാണ് ജോലിക്ക് പോകുന്ന ദിവസങ്ങളിൽ ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്തെ കാഴ്ചകൾ കാണാനും. അവിടെ നിന്ന് നമ്മൾ താഴെ ഇറങ്ങി നേരെ ഓഫീസിലേക്ക് പോകാനായിട്ട് തുടങ്ങുകയാണ്. ഇനി അങ്ങോട്ടേക്കാണ് ഒരു വലിയ ടാസ്ക് നമ്മളെ കാത്തിരിക്കുന്നത്. മാൾട്ടയിൽ സത്യത്തിൽ ഓഫീസ് ഡ്യൂട്ടിയുടെ സമയത്ത് നമുക്ക് ഓഫീസിൽ എത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രയാസമാണ്. കാര്യം അത്രത്തോളം ബ്ലോക്ക് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ടൈമിൽ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ സ്കൂട്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ കുത്തിക്കയറ്റിയാണെങ്കിൽ നമുക്ക് പോവാം. പക്ഷേ നമ്മൾ കാറിലാണ് പോകുന്നതെങ്കിൽ അരമണിക്കൂർ കൊണ്ടെത്തേണ്ട സ്ഥലം നമ്മളൊരു 1 മണിക്കൂർ മുമ്പായി ഇറങ്ങി അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് ഇറങ്ങണം. ഇല്ലെങ്കിൽ നമ്മൾ എന്തായാലും ബ്ലോക്കിൽപ്പെട്ട് സമയത്തിന് നമുക്ക് എത്താൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഈ ഒരു സ്ഥലമാണ് മാൾട്ടയിൽ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് വരുന്ന ഒരു ഏരിയ. മാൾട്ടയിലെ മാർസ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഈ ഒരു റോഡ് 6 ലൈൻസ് ആയിട്ട് പോലും അത്രയ്ക്ക് ബ്ലോക്കാണ് രാവിലെ. മാൾട്ടയിൽ ഈ ബ്ലോക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് പല കാര്യങ്ങളും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ എടുത്തു പറയേണ്ട കാര്യമാണ് മാൾട്ടയിലെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ. അത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. എന്നിട്ട് പോലും ഈ ഒരു ബ്ലോക്കിന് ഒട്ടും തന്നെ കുറവില്ല എന്ന് തന്നെ പറയാം. അങ്ങനെ ഞാൻ ഓഫീസിലെത്തി. സ്റ്റിജോ എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് അവൻ വണ്ടിയായിട്ട് അവൻ്റെ ഓഫീസിലേക്ക് പോയി. അപ്പോൾ ഇവിടെ വന്ന ഉടനെ ഞാൻ എൻ്റെ ബാഗിൽ നിന്ന് എൻ്റെ ഫുഡ് കൊടുത്ത് നേരെ ഫ്രിഡ്ജിലേക്ക് കയറ്റി വയ്ക്കും. പിന്നെ നേരെ കൈ കിട്ടിയ ഒരു സ്നാക്സ് കൊടുത്ത് കഴിച്ച് ഞാൻ എൻ്റെ പണി തുടങ്ങി. മാൾട്ടയിൽ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് തന്നെ പുറത്തൊക്കെ നല്ല ചൂടാണ്. സോ ഡീഹൈഡ്രേറ്റ് ആവാതിരിക്കാൻ വേണ്ടി ഞാനിപ്പോൾ വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ സമയം 5 മണിയായി. അപ്പോൾ നമ്മുടെ ഓഫീസ് ടൈം കഴിഞ്ഞു. അപ്പോൾ ഈ പോകുന്നത് നമ്മളുടെ കമ്പനി വാനാണ്. ഇപ്പോൾ ഞാനിത് യൂസ് ചെയ്യുന്നില്ല. പക്ഷേ നേരത്തെ ഞാൻ ഈ വാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പോഴേക്കും സ്റ്റിജോ എത്തി. പിന്നെ സ്റ്റിജോയുടെ കൂടെ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. വൈകുന്നേരം ആയാലും ആ ഒരു ഓഫീസ് ടൈം കഴിയുമ്പോൾ രാവിലത്തെ അതേ രീതിയിലുള്ള ബ്ലോക്ക് തന്നെയാണ്. അങ്ങനെ ബ്ലോക്കെല്ലാം താണ്ടി നമ്മൾ നമ്മളുടെ വീട്ടിലെത്തി. അപ്പോൾ ഇനിയിപ്പോൾ വീട്ടിൽ പോയി നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഒരു ചായ കുടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ വന്നപ്പോൾ ഇവിടെ ഒരു ബോർഡ് ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ ടൗൺ സോണിൻ്റെ ബോർഡാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. കാരണം ആ ഒരു ഡേറ്റിൽ വണ്ടി ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ വണ്ടി ഇവിടെ നിന്നെടുത്ത് മാറ്റേണ്ടതാണ്. അപ്പോൾ വീട്ടിൽ വന്ന് കയറിയപ്പോഴത്തേനും സ്റ്റിജോ ഇവിടെ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഈ ചായയും കുടിച്ച് കഴിഞ്ഞതിന് ശേഷം വേണം രാത്രിത്തേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ബെൻസി ചേട്ടനും ഷൈജോ ചേട്ടനും കൂടി ടി വി ഓണാക്കിയിട്ട് ടി വി കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. എന്നാൽ പിന്നെ നമുക്കും ചായ കുടിച്ചുകൊണ്ട് ടി വി കാണാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ പിന്നെ അത്രയ്ക്കേ ഉള്ളൂ. ഇനി അപ്പോൾ ചായയും കുടിച്ച് നമ്മുടെ രാത്രിത്തേക്കുള്ള ഫുഡിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും നമ്മുടെ സമയം പോകുന്നത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.